പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇഴയുന്നുവെന്ന് പരാതി. രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങൾക്കായുള്ള ദൗത്യസംഘത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. MLA സ്ഥലത്ത് എത്താത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്കാണ് അപകട വിവരം അറിഞ്ഞതെന്ന് അജയ് രാജിന്റെ സഹോദരൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നും സഹോദരങ്ങൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഉപകരണങ്ങൾ എത്തുന്നില്ല, MLA തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. മാത്രമല്ല, ഈ പാറമട അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് മനോജ് തന്നെ അവിടുത്തെ സ്ഥലവാസികളുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതുമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപകരണങ്ങൾ എപ്പോൾ എത്തുമെന്നാണ്? രാവിലെ മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ ഫയർഫോഴ്സിന്റെ ടീമംഗങ്ങളും NDRF ടീമംഗങ്ങളും ഇവിടെ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ പരിശോധന നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം അതിന്റെ സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷം ഈ ഉച്ചയോടുകൂടി തുടങ്ങുമെന്നാണ് ആദ്യം അറിയിച്ചത്. വീണ്ടും വൈകിയ ഒരു സാഹചര്യമുണ്ടായി. കാരണം ഈ ക്രെയിൻ എത്തിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് ക്രെയിൻ എത്തിക്കുവാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. അത് കൊണ്ടുവരുന്നതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം തന്നെ റോപ്പ് എത്തിച്ചുകൊണ്ട് അതോടൊപ്പം ഈ JCB ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചത്. അതായത് വലിയൊരു JCB കൊണ്ടുവന്ന് അതിൽ റോപ്പ് ഘടിപ്പിച്ചാണ് മറ്റ് രക്ഷാപ്രവർത്തനം ചെയ്യാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് രക്ഷാപ്രവർത്തനം പാളി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്തരത്തിലാണ്. അതായത് നിർത്തിവെച്ച സമയം മുതൽ ഇതുവരെയും അവിടെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടന്നിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫയർഫോഴ്സിന്റെ ടീമംഗങ്ങളൊക്കെ ഈ ഉപകരണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. കാരണം ഉപകരണങ്ങൾ ഇപ്പോൾ എത്തുമെന്നുള്ള വിവരം മാത്രമാണ് അറിയിക്കുന്നത്. പക്ഷേ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പരിശോധന ഇനിയും ഏറെ നീളാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വെളിച്ചം പോയി കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ദിവസവും രാത്രിയിൽ വീണ്ടും ഈ പാറകൾ ഇളകി വീഴുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും പാറകൾ ഇളകി വീഴുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ രാത്രിയായി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. പ്രകാശത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിലായതുകൊണ്ട് ദുഷ്കരമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ ഒരു അപകടം നടന്നിട്ട്. എന്നിട്ടും ആ ക്യാബിനുള്ളിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അത് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം രാവിലെ നടത്തിയതല്ലാതെ അതിൻ്റെക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇനിയും ഈ ശ്രമം ഇങ്ങനെ തുടരുമെന്ന് അറിയിക്കുന്നതല്ലാതെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ വാഹനമോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ദൗത്യസംഘവും. എന്തായാലും മറ്റൊരു കാര്യം, MLA അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. മനോജ്, MLA എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം നാട്ടുകാരുടെ പ്രതിഷേധമാണോ മറ്റു പരിപാടികളാണോ, ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണോ? അന്വേഷിച്ചപ്പോൾ ഇവിടെ അതായത് ജില്ലയിലില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ ഒരു കാര്യമൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഇതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ കാര്യം വന്ന് നേരിട്ട് കണ്ട് അത് തിരക്കേണ്ട ആളുകൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കളക്ടർ എത്തി രാവിലെ മുതൽ ആരംഭിക്കുമെന്ന് പറയുന്നത്. പക്ഷേ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഈ കോറിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. കാരണം ഈ കോറി കാലങ്ങളായി ഇത്തരത്തിൽ വ്യാജരേഖകൾ ചമച്ചാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ബോധിപ്പിച്ച, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി ഈ കോറി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. അത്തരത്തിൽ അവർ കയ്യിലുണ്ടായിരുന്ന രേഖകളൊക്കെ രാവിലെ മുതൽ തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികൾക്ക്, വീടുകൾക്ക് അത് ഈ ഒരു പാർക്കോറിയുടെ പ്രവർത്തനം അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അവിടേക്ക് മലിനജലം എത്തുന്നുണ്ട്. പഞ്ചായത്ത് റോഡിനെ ഈ സ്വകാര്യ വ്യക്തികൾ ചേർന്ന് അത് ഗേറ്റിട്ട് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊക്കെ തന്നെ നാട്ടുകാർ പരാതി പലതവണ ഉന്നയിച്ചെങ്കിലും ഒരു നടപടി എടുക്കുവാൻ പോലും അധികൃതർ തയ്യാറായില്ല. എല്ലാവരും ഈ കോറി ഉടമയോടൊപ്പമാണ് എന്നുള്ള ആരോപണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് കളക്ടർ ഉൾപ്പെടെ കോറി ഉടമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ ഇന്ന് പ്രതികരിച്ചത്. അതിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആണ് ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിസ്സഹായരാണ് ഇവിടെയുള്ള ദൗത്യസംഘം. അവരങ്ങനെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം എപ്പോഴാണ് ഈ ഒരു യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ള ഒരു ആലോചനയിലൊക്കെ തന്നെയാണ് യോഗം ചേരുന്നുണ്ട്. എത്തരത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ പരിശോധന നടത്താൻ സാധിക്കുമെന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് ഇന്നലെ ഈ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഒരു ദിവസമാകുന്നു. എന്നിട്ടും ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
നമ്മൾ മുൻപൊരിക്കൽ കണ്ടതാണല്ലോ, പാലക്കാട്ട് കീഴ്ക്കാം തൂക്കായ ഒരു കുന്നിന് മുകളിൽ ബാബു എന്ന ചെറുപ്പക്കാരൻ അകപ്പെട്ടതും അതിന് പിന്നാലെ നടപടിക്രമങ്ങൾ എത്ര വേഗത്തിൽ പൂർത്തിയായെന്നും സൈന്യം വന്ന് ആ യുവാവിനെ രക്ഷിച്ചെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു ദിവസം പൂർത്തിയായിട്ടും വേണ്ട ഉപകരണങ്ങൾ പോലും എത്തിക്കുന്നില്ലെങ്കിൽ എന്ത് സംവിധാനമാണ്? തീർച്ചയായും അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി, അധികൃതർ അതോടൊപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലെത്തി ഈ സ്ഥലം വിലയിരുത്തിയതാണ്. അപകട ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലായതാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ ഗിറ്റാജി കിടക്കുന്നതെന്ന് ഉൾപ്പെടെ മനസ്സിലാക്കി അതൊക്കെ തന്നെ ഇവിടെ നിന്നും നേരിട്ട് കണ്ടുപോയതാണ്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ഈ ഉപകരണങ്ങൾ എത്തിച്ചിരുന്നെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ രാവിലെ പോലും ഈ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ക്രെയിനിന്റെ കാര്യമടക്കം പറയുന്നത് ഇന്ന് രാവിലെയാണ്. കാരണം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയവർ കൃത്യമായി അത് പ്ലാൻ ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഈ ഉപകരണങ്ങൾ ഇവിടെ എത്തുമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത്തരത്തിലും ആരും മുൻകൈ എടുത്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ വലിയ തരത്തിൽ ഒരു ഈ വൈകിപ്പിക്കുന്നത് ഈ മലയാളി അല്ലാത്തത് കൊണ്ടാണോ എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അത്തരത്തിലേക്ക് തന്നെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇനിയും ഈ രക്ഷാപ്രവർത്തനം വൈകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പരിശോധന വൈകിക്കഴിഞ്ഞാൽ കൂടുതൽ വിമർശനങ്ങൾ ഉയരാനാണ് സാധ്യത. അത് കാരണം അതിൻ്റെതായിട്ടുള്ള സംവിധാനം, കാരണം സംസ്ഥാനത്ത് ഒരു അതിഥി തൊഴിലാളി അല്ലെങ്കിൽ അതിഥി തൊഴിലാളി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ രണ്ടുപേർക്ക് അപകടം പറ്റി. ഒരാളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുത്തി, ഒരാൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ പരിശോധന നടത്തി, അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ആ ക്യാബിനിലാണ് ഇരിക്കുന്നതെന്നാണ് വിവരം. ആ ക്യാബിൻ പുറത്തെത്തിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന കാരണം ഈ ഉപകരണം അല്ലെങ്കിൽ ഈ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാരണമൊക്കെയാണ്. ഇതൊക്കെ തന്നെ വലിയ വിമർശനത്തിലേക്കാണ് വഴിവെക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷ്ണരാജ്.